മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. രാജ്യം മറ്റൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ രാഷ്ട്രീയത്തിലെ സ്ത്രീ പ്രാതിനിധ്യം ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. കേരളത്തിൽ നിന്ന് എത്ര വനിതകൾ രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭകളിൽ എത്തിയിട്ടുണ്ടെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ആനി മസ്ക്രീൻ എന്ന പേരിൽ നിന്ന് തുടങ്ങണം. മണ്ഡലത്തിലെ ആദ്യ MP, കേരളത്തിൽ നിന്ന് തന്നെയുള്ള ആദ്യത്തെ വനിതാ MP. പിന്നീട് ഇതുവരെ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരു വനിതാ MP ഉണ്ടായിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിലാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഒന്നാം ലോകസഭയിലേക്ക് ആനി മസ്ക്രീൻ എത്തുന്നത്. അന്നത്തെ തെരഞ്ഞെടുപ്പുകളിൽ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 10 വനിതകളിൽ ഒരാളായിരുന്നു അവർ. കാലം ഒരുപാട് മാറി. സ്ത്രീകൾ രാഷ്ട്രീയ രംഗത്ത് സജീവമാണെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയും അവർക്ക് അർഹമായ സ്ത്രീ പ്രാതിനിധ്യം ഇതുവരെ നൽകിയിട്ടില്ല. രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന സ്ത്രീകളെ അഹങ്കാരികളായും സ്ത്രീ നേതൃത്വം നൽകിയാൽ അത് ആ പ്രസ്ഥാനത്തെ തന്നെ നശിപ്പിക്കുമെന്ന് കരുതിയിരുന്ന കാലത്താണ് ആനി മസ്ക്രീൻ എന്ന സ്ത്രീ ശബ്ദം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്നുകേട്ടത്. ശേഷം എഴുത്തിലൂടെ വിപ്ലവം സൃഷ്ടിച്ച കമലാ സുരയ്യ എന്ന മാധവിക്കുട്ടിയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ചരിത്ര താളുകളിലെ ഒരു സ്ത്രീ പ്രാതിനിധ്യമാണ്. പക്ഷേ 1984 ആ തെരഞ്ഞെടുപ്പ് മാധവിക്കുട്ടി എന്ന രാഷ്ട്രീയക്കാരിയുടെ തുടക്കവും ഒടുക്കവും കുറിച്ചു. E.J. വിജയമ്മ. ഒരുപക്ഷെ പലർക്കും ഈ പേരത്ര സുപരിചിതമായിരിക്കില്ല. 1991 CPI സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന A. ചാൾസിനോട് പരാജയപ്പെടുകയായിരുന്നു. ലോകസഭയിലും രാജ്യസഭയിലുമായി 2 MP-മാരാണ് നിലവിൽ കേരളത്തിനുള്ളത്. രാജ്യം 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ്. BJP ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളതിലും LDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിലും 3 പേർ വീതമാണ് സ്ത്രീകൾ. UDF സ്ഥാനാർത്ഥികളിൽ ഒരാൾ മാത്രമാണ് സ്ത്രീ. 1951 നിന്ന് 2024 എത്തി നിൽക്കുമ്പോൾ എന്ത് മാറ്റമാണ് രാഷ്ട്രീയത്തിൽ സ്ത്രീ പങ്കാളിത്തത്തിന് സംഭവിച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കണം. വനിതാ ബില്ല് നിലവിൽ വന്നതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പെന്ന പ്രത്യേകതയും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ട്. സ്ത്രീകളുടെ പാർലമെന്ററി രംഗത്തിന് തടസ്സം നിൽക്കുന്നത് എന്താണ്? വോട്ട് ചെയ്യുന്നവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ സ്ത്രീകൾക്ക് കഴിയില്ലെന്ന ബോധ്യമുണ്ടാക്കിയെടുക്കുന്നത് ആരാണ്? അവർക്ക് മുന്നിൽ കേരളത്തിലെ ചില ഉത്തരങ്ങൾ കൂടിയുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഗൗരിയമ്മയും സുശീല ഗോപാലനും M. കമലവും MD പത്മയുമല്ല. ഒരൊറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. രാഷ്ട്രീയത്തിലെ ഈ കണക്കുകൾക്ക് കാരണം നമ്മുടെ നാട്ടിൽ കഴിവുള്ള സ്ത്രീകൾ ഇല്ലാത്തതാണോ? അതോ ആരോ അവളുടെ കഴിവുകൾക്കുമേൽ വിലങ്ങിടുന്നത് കൊണ്ടാണോ? ക്യാമറമാൻ ഷാൻ ജയസിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.